എല്ലാവർക്കും സ്വാഗതം. നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തി മാവും നല്ല തൂവാല പോലത്തെ ചപ്പാത്തിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അത്രയേറെ സോഫ്റ്റാണ്. നമുക്ക് ഈ ചപ്പാത്തി കാണുമ്പോഴേ അറിയാം വളരെ സോഫ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ തൊട്ടും തൊടാതെയും നമ്മൾ രണ്ട് തരത്തിലും ഇന്നിവിടെ ചപ്പാത്തി തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ വളരെ സോഫ്റ്റാണ്, വളരെ രുചികരവുമാണ്. വീഡിയോയിലേക്ക് പോകാം. മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ നല്ല ഒട്ടും മയമില്ലാത്ത നല്ല ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതൊരു 3 കപ്പ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് ആവശ്യമുള്ള ഉപ്പ് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. അപ്പോൾ അല്പം ഉപ്പ് ചേർത്തു. ഇനി ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ നല്ല കട്ട തൈര് 1.5 ടേബിൾ സ്പൂൺ. നല്ല ആട്ട് വെളിച്ചെണ്ണയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് തൈരും ഉപ്പും വെളിച്ചെണ്ണയും നല്ലപോലെ ചേർന്ന് കഴിഞ്ഞു. അതിനുശേഷം ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. സാവധാനത്തിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തു കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത അതേ വെളിച്ചെണ്ണ തന്നെ അല്പം ഒന്ന് തടവി വയ്ക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തടവിയ ശേഷം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റായി ഒന്ന് നോക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇതാ നല്ല പോലെ പഞ്ഞി പോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓരോരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് പതിയെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ആ ഗോതമ്പ് മാവ് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ചെറിയ ഉരുളകളാക്കി കഴിഞ്ഞു. അത് നമുക്കിതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ആദ്യം പരത്തുമ്പോൾ തന്നെ ഈ ഒരു നമ്മളെടുത്ത ബോള് നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ തന്നെ നല്ല പരന്ന നല്ല വട്ടത്തിലുള്ള തന്നെ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാവധാനത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് ചപ്പാത്തി തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 3-4 ചപ്പാത്തി വേഗം ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കല്ല് നല്ലപോലെ ചൂടായ ശേഷം വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ തൊടാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ തവിയോ അല്ലെങ്കിൽ ഒരു ചട്ടവോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെറിയ ചട്ട ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒട്ടും വെളിച്ചെണ്ണ തൊടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. രണ്ട് സൈഡും അതുപോലെ തന്നെ എല്ലാ വക്കുകളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇതുപോലെ തന്നെ ചട്ട ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തടവി ഒരെണ്ണം ചെയ്ത് നോക്കാം. അത് ഇതേപോലെ തന്നെ രണ്ട് സൈഡും പൊള്ളിച്ചെടുക്കുമ്പോൾ നമ്മൾ തവി ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുന്നതിന് പകരം അല്പം ഒന്ന് വെളിച്ചെണ്ണ തൊട്ട് കൊടുത്താൽ മതിയാകും. നമ്മൾ പഞ്ഞി പോലെ തയ്യാറാക്കി വെച്ച ചപ്പാത്തി മാവ് കൊണ്ട് 2 തരത്തിലാണ് നമ്മൾ സോഫ്റ്റ് ചപ്പാത്തി തയ്യാറാക്കിയെടുത്തത്. വെളിച്ചെണ്ണ തടവി കഴിയുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആകും. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തികൾ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു.
നമുക്ക് ആ ചപ്പാത്തി കയ്യിലെടുക്കുമ്പോൾ അറിയാം അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഞാനിത് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഒരു തൂവാല മടക്കി പിടിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ദാൽ കറി കൂട്ടിയാണ് നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി തയ്യാറാക്കി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ കൂട്ടൊക്കെ വെച്ചിട്ട് അരമണിക്കൂർ ഇതുപോലെ ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു.